എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ മറ്റൊരു സുന്ദരമായ റാലി കൂടെ കണ്ട് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് നമ്മളൊക്കെ. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നല്ല ഒരു ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തിട്ട് പിന്നീട് ഒരു മണിക്കൂർ ക്യാൻഡലിന് ശേഷം സുന്ദരമായ ഒരു റിക്കവറിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ബാങ്ക് നിഫ്റ്റിയും അതുപോലെ തന്നെ. പക്ഷേ ഫിൻ നിഫ്റ്റി മാത്രം ഇന്ന് മടിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയായിരുന്നു. ഏകദേശം 104 പോയിൻ്റ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നോക്കൂ, ഇന്ന് ഓപ്പൺ ചെയ്തത് 24,999, അതായത് 25,000 എന്നുള്ള ലെവലിൽ നിന്ന് 24,896 വന്നു. ഏകദേശം 100 പോയിൻ്റാണ് താഴത്തേക്ക് വന്നത്. അതിനുശേഷം ആ ഒരു മണിക്കൂർ കഴിഞ്ഞ് പിന്നീടുള്ള ആ ക്യാൻഡിൽ തുടർന്ന് 4 ക്യാൻഡിലും സുന്ദരമായൊരു ഗ്രീനാണ് വെച്ചത്. ലാസ്റ്റ് ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നാളേക്കൊരു ബുള്ളിഷ് എൻഗൾഫിൻ ആവുന്ന രൂപത്തിലൊരു ഹവർലി ക്യാൻഡിലും വെച്ചിട്ടാണ് നിഫ്റ്റി ഇന്ന് ക്ലോസ് ആയിരിക്കുന്നത്. അപ്പോൾ നാളെയും നമുക്കൊരു അപ്പ് മൂവ്മെൻറ്റ് തന്നെ പ്രതീക്ഷിക്കാം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഏതായിരുന്നാലും നല്ല സുന്ദരമായ ഒരു റാലി തന്നെയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഓക്കെ, ഇങ്ങനെ ഒരു ലൈന് വരയ്ക്കുമ്പോൾ 1 അവർ ടൈം ഫ്രെയിമിൽ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് ഇതിന് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടാണ് താഴത്തേക്ക് വന്നിരിക്കുന്നത്. നോക്കൂ, ഇങ്ങനെ വെച്ചാലും ഇനി കുറച്ച് ഇത് താഴത്തേക്ക് വെച്ചാലും കറക്റ്റായിട്ട് ഈ ലൈനിനെ റെസ്പെക്റ്റ് ചെയ്ത് താഴേക്ക് വന്നു. പക്ഷേ നാളെ വീണ്ടും ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ സുന്ദരമായ രീതിയിൽ നമുക്കിതൊരു ബ്രേക്കൗട്ട് കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് എടുത്തു പോകാം നാളെ. ഓക്കെ, ഇന്നലെ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഇന്നലത്തെ നമുക്ക് നോക്കേണ്ടതില്ല. നമുക്ക് നാളേക്കുള്ളത് മാത്രം നോക്കിയാൽ മതി. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം കൂടെ ഇവിടെ കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു സപ്പോർട്ട്, അതായത് പ്രീവിയസ് ലോ സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് തിരിഞ്ഞിരിക്കുന്നത് എന്നുള്ള ഒരു കൗതുകകരമായ കാഴ്ചയും കൂടെ ഇതിനകത്തുണ്ട്. നമ്മൾ 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ താഴെ നിന്നും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, നേരെ താഴെ വന്നു. ഇനി വീണ്ടും മുകളിലേക്ക് പോയി ഇവിടെ ഒരു ഡബിൾ ടോപ്പ് പാറ്റേൺ ഫോമായി നേരെ താഴേക്ക് വരാം എന്നാണ് കരുതുന്നത്. ഓക്കെ, ഏതായിരുന്നാലും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഒരു ബുള്ളിഷ്നെസ് തന്നെയാണ്. മറ്റൊരു കാര്യം, ഇന്ന് ഗ്ലോബൽ മാർക്കറ്റും ഒരു പോസിറ്റീവ് തന്നെയായിരുന്നു. ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഏകദേശം ഡോ ജോൺസൊക്കെ 400 പോയിൻറ്റിന് മുകളിലാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂടെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാവും. യൂറോപ്യൻ മാർക്കറ്റൊക്കെ പോസിറ്റീവിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 1 അവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നാളെ ട്രേഡ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് നോക്കാം. നമുക്ക് നാളെ ഇതിന് മുകളിൽ അപ്സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇതിന് മുകളിൽ എടുത്താൽ മതി. 25,185 മുകളിൽ. ഓക്കെ, 25,185 മുകളിൽ നിങ്ങൾ എൻട്രി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വാച്ച് ചെയ്യേണ്ടി വരും. അതായത് 25,270 ഉള്ളിൽ ചിലപ്പോൾ ഇവിടെ നിന്നൊരു റെസിസ്റ്റൻസ് എടുത്ത് താഴെ വന്നാലോ. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതിനുശേഷം അതായത് അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ ഹൈയിലേക്ക് എത്തും. 25,320 സുന്ദരമായിട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ഇൻ കേസ് നാളെ വീണ്ടും ഇനി താഴേക്കാണ് വരാൻ നോക്കുന്നതെങ്കിൽ നമുക്ക് ഇത്ര താഴേക്ക് വരേണ്ട ആവശ്യമില്ല. ഈ ഒരു സിങ്ങിൽ നിന്ന് നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, 24,970 താഴെ, 24,970 താഴെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ ഒന്ന് വാച്ച് ചെയ്യാം. ഫസ്റ്റ് 24,810 വരെ നല്ലൊരു ഗ്യാപ്പിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഏതായിരുന്നാലും നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ നാളേക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുന്നുണ്ട്. 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോഴും നമുക്കിവിടെ മറ്റൊരു കാര്യം കാണാൻ കഴിയുന്നത്, ഒരു ട്രെൻഡ് ലൈന് ഇവിടെ നേരത്തെ ഫോമായിട്ടുണ്ട്. അതിനെ വീണ്ടും റെസ്പെക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് താഴേക്ക് വന്നിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഇവിടെ നിന്ന്
നേരത്തെ ഉണ്ടായിരുന്ന, അതായത് ഈ ഇലക്ഷൻ്റെ സമയത്തുണ്ടായിരുന്ന ഒരു ലോ ഉണ്ടല്ലോ, അതിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, കറക്റ്റായിട്ട് ഈ ലൈനിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സിമെട്രിക് പാറ്റേൺ ട്രയാങ്കിൾ വന്നിട്ടുണ്ട്. ട്രയാങ്കിൾ ഇത് എവിടേക്കാണ് ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ നോക്കണം. രണ്ട് ഭാഗത്തേക്കും ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കൂടുതലും ഇവിടേക്കായിരിക്കും നാളെ ക്ലോസ് ചെയ്യാനുള്ള സാധ്യത. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിൽ മുകളിലേക്ക് പോകും. നിങ്ങൾ ശ്രദ്ധിക്കണം. ഏകദേശം ചെറിയ ഗ്യാപ്പേ ഉള്ളൂ. നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ ചാർട്ടിൽ ഇത് വരയ്ക്കുക, നോക്കുക. ഇത് കടന്ന ഉടനെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്തു പോകാം. എന്തായിരുന്നാലും നല്ലൊരു റാലി നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് നാളെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യണമെങ്കിൽ 1 മണിക്കൂർ ക്യാൻഡിലൊക്കെ, അതായത് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ക്യാൻഡിൽ നോക്കണം. അതേസമയം രാവിലെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം ഒരു റാലി ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷം ഒരു റാലി, ഏതായിരുന്നാലും രണ്ട് ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്താൽ ഒരു റാലി ഉണ്ടാവും. ആ റാലിയുടെ സമയത്ത് ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിലേക്ക് എടുത്ത് പോകാം. ഏതായിരുന്നാലും ഫസ്റ്റ് ഒരു ഇതുവരെയെങ്കിലും ഒരു ചെറിയ റാലി നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. ഓക്കെ, ഏകദേശം 300 പോയിൻറ്റിൻ്റെ ഒരു റാലി നമുക്ക് ഒരു സഡൻലി പ്രതീക്ഷിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്യുക. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമുക്ക് ഇനി പ്രോപ്പറായിട്ടുള്ള എൻട്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നിന്നും എടുത്തു പോകാൻ കഴിയും. അതായത് ഇന്നത്തെ ഹൈയിൽ നിന്ന് തന്നെ ഇപ്പോൾ 51,395 മുകളിൽ നമുക്ക് എടുത്തു പോകാൻ കഴിയും. നോക്കട്ടെ, ഇന്നത്തെ ഹൈ 51,366. ഓക്കെ, നമ്മൾ വരച്ചത് കറക്റ്റാണ്. 395 വരച്ചിരിക്കുന്നത്. 370 നിന്ന് എടുത്തു പോകുക. ഇനി വേണമെങ്കിൽ നേരത്തെ വരച്ച രൂപത്തിൽ ഒന്ന് അക്യൂറസിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യുക. 390 മുകളിൽ എടുത്തു പോകാം. ഓക്കെ, അപ്പോൾ 1 അവർ ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ മാറ്റിയിട്ട് 51,390 മുകളിൽ ഒരു എൻട്രി എടുത്തു പോകാം. അങ്ങനെ എൻട്രി എടുക്കുന്ന സമയത്ത് നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ നിങ്ങൾക്ക് ഇവിടെ വരും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഗ്യാപ്പ് നല്ല ശ്രദ്ധിക്കണം. ഈ ലൈന് ക്രോസ് ചെയ്യാതെയാണ് നിങ്ങൾ നേരത്തെ തന്നെ എടുക്കുന്നതെങ്കിൽ ഈ ഗ്യാപ്പ് ശ്രദ്ധിക്കണം. ഏകദേശം ഒരു 100 പോയിൻറ്റ്. ഓക്കെ, അപ്പോൾ മുകളിലേക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക. അതിന് ശേഷം നിങ്ങൾക്ക് ഈ 100 പോയിൻറ്റ് നോക്കിയതിന് ശേഷം ഈ ലൈന് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മുകളിലേക്കും എടുത്തു പോകാം. ഓക്കെ, ഇനി താഴേക്കാണ് വരുന്നതെങ്കിൽ, കേസ് താഴേക്കാണ്, നാളെ മാർക്കറ്റ് പറയാൻ പറ്റില്ലല്ലോ, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ വീണ്ടും താഴേക്ക് തന്നെയാണ് ഒരു ടെൻഡൻസി കാണിക്കുന്നതെങ്കിൽ ഈ ഒരു സിംഗിൽ നിന്ന് നമുക്ക് പിടിച്ചു പോവാം. നോക്കൂ, 50,900 നിന്ന് താഴേക്ക് വരാൻ പറ്റും. ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ വരാം. അപ്പോൾ താഴെ ഇവിടെ സപ്പോർട്ടായിട്ട് ഈ ട്രെൻഡ് ലൈന് നിങ്ങൾക്ക് ഫോം ആവും. ട്രയാങ്കിളിൻ്റെ രണ്ട് വശത്തെയും ട്രെൻഡ് ലൈൻ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം കുഴപ്പമില്ല, 300-250 പോയിൻറ്റിൻ്റെ മുകളിലുണ്ട്. അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ മുകളിലേക്കും താഴേക്കും ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ട്രേഡിംഗ് സെറ്റപ്പ് നാളേക്ക് നടത്താവുന്നതാണ്. അടുത്ത് ഫിൻ നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ, ഫിൻ നിഫ്റ്റി ഇന്ന് എക്സ്പയറി ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു നെഗറ്റീവിൽ തന്നെ നിന്നത് എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം. അതല്ലെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ട് ലൈൻ ഉള്ളത് കൊണ്ട് അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് തവണ ശ്രമിച്ച് പരാജയപ്പെട്ട് അവിടെ തന്നെ ചുറ്റിക്കറങ്ങിയിരിക്കാം. ഓക്കെ, ഇത് 15 മിനിറ്റ് ക്യാൻഡിലാണ്. നമുക്ക് ഒരു 1 അവർ ക്യാൻഡിൽ നോക്കുമ്പോഴും നമുക്ക് ആ ഒരു രീതി തന്നെയാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ ഒരു മേജർ ലൈനിനെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ താഴെയാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫിൻ നിഫ്റ്റിയിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കടമ്പുണ്ട്, താഴെ ഒരു കടമ്പുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇതിനകത്ത് ഇന്ന് നിന്നത് എന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. ഏതായിരുന്നാലും ഫിൻ നിഫ്റ്റിയിൽ ഇന്ന് എക്സ്പയറി കൂടെ ആയതുകൊണ്ട് നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നാളെ 1 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി 1 ഡേ ടൈം ഫ്രെയിമിൽ എന്തായിരുന്നു അവസ്ഥ എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റി ഒരു നെഗറ്റീവ് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ ട്രേഡ് എടുക്കാൻ നാളത്തെ ഇൻട്രാഡേ ട്രേഡിങ്ങിന് പറ്റിയ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ്
ഇന്നത്തെ ഹൈയിൽ നിന്ന് തന്നെ എടുത്ത് പോകാൻ കഴിയും. 23,815 മുകളിൽ 820 മുകളിൽ എടുത്താൽ മതി. ഓക്കെ, സൈഡിലേക്ക് ബ്രേക്കൗട്ട് നടത്തുകയാണെങ്കിൽ ഇതുവരെ 23,950 വരെ അല്ലെങ്കിൽ 40 വരെ മാർക്ക് ചെയ്തോളൂ, നോട്ട് ചെയ്തോളൂ. ഇനി താഴേക്കാണെങ്കിൽ ഈ ലൈനിൽ ഈ സ്വിങ്ങിൽ നിന്ന് ഇവിടെ നിന്ന് പിടിച്ചാൽ മതി. 23,480 താഴെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുത്തു വരാം. ഈ ഒരു സ്വിങ് വരെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. 23,280 വരെ. ഓക്കെ, അപ്പോൾ ഫിൻ നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ട്രേഡിംഗ് സെറ്റപ്പ് നടത്താവുന്നതാണ്. മിഡ് ക്യാപ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 1 ഡേ ടൈം ഫ്രെയിമിൽ പറയുകയാണെങ്കിൽ ഒരു അടിപൊളി ഒരു റിക്കവറി തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നോക്കൂ, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ റെഡ് ക്യാൻഡിലിനെ എൻഗൾഫിങ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇവിടെ താഴെ ഒരു റെഡ് ക്യാൻഡിൽ കൂടെ ഉള്ളതുകൊണ്ട് ഇതൊരു ഹറാമി ക്യാൻഡിലാണെന്ന് പറയാനും പറ്റില്ല, ഹറാമി പാറ്റേൺ ആണെന്ന് പറയാനും പറ്റില്ല. അപ്പോൾ ഏതായിരുന്നാലും മുകളിലേക്ക് തന്നെയാണ് സൂചനകൾ കാണിക്കുന്നത്. നാളെ പോവുകയാണെങ്കിൽ ഏകദേശം ഇതുവരെ പോകാനുള്ള സാധ്യത നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മിഡ് ക്യാപ്പ് ആൾറെഡി ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ് ഉള്ളത്. ഓക്കെ, 13,272 അല്ലെങ്കിൽ ആൾ ടൈം ഹൈയിനടുത്തോ പോയിട്ട് തിരിച്ചു വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏതായിരുന്നാലും നമുക്ക് 1 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ നാളെ എടുക്കാനുള്ളത് ഈ ഒരു ഹൈയിൽ നിന്ന് നമുക്ക് എടുത്തു പോകാം. 13,220 മുകളിൽ അപ്സൈഡിലേക്ക് ഒരു എൻട്രി പോസിബിളാണ്. നിങ്ങൾക്ക് ഇതുവരെ വാച്ച് ചെയ്യാം 13,270 വരെ. ഓക്കെ, ഏകദേശം ഒരു 60-70 പോയിൻ്റ് വാച്ച് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് താഴേക്കാണ് വരുന്നതെങ്കിൽ മാർക്കറ്റ് ഈ ഒരു സിംഗിൽ നിന്ന് പിടിച്ചാൽ മതി. 13,110 താഴെ. ഓക്കെ, 13,110 താഴെ വരുമ്പോൾ ഇന്നത്തെ ലോ ഹൈ കൂടെ ഒന്ന് പരിഗണിച്ചാൽ നന്നാവും. 13,080 താഴെ. ഓക്കെ, 13,080 താഴെ എടുത്താൽ മതി. എന്നാൽ പിന്നെ ഒന്നും കൂടെ സേഫായിട്ട് നമുക്ക് പോകാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ വാച്ച് ചെയ്യാം. നോക്കുക, ഇവിടെ ഒരു സപ്പോർട്ടുണ്ട് 12,980 വരെ. ഓക്കെ, അപ്പോൾ മിഡ് ക്യാപ് നിഫ്റ്റിയിൽ ഈ തരത്തിൽ നിങ്ങൾക്ക് നാളെ ട്രേഡിംഗ് സെറ്റപ്പ് നോക്കാവുന്നതാണ്. ഈ 4 ഇൻഡെക്സുകളും കറക്റ്റായി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും അതുപോലെ ട്രെൻഡ് ലൈനും മറ്റുള്ള എല്ലാ ടെക്നിക്കൽ അനാലിസിസും വരച്ചുകൊണ്ട് പ്രോപ്പറായി എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക, എൻട്രി എടുക്കുക, പ്രോഫിറ്റ് കണ്ടാൽ ബുക്ക് ചെയ്യുക, ഇറങ്ങുക. അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് പഠിക്കാം, ഏതെങ്കിലുമൊക്കെ കോഴ്സിൽ ചേർന്ന് പഠിച്ചാൽ നല്ലത് തന്നെയാണ്. പഠിച്ചുകൊണ്ട് ഞാൻ പഠിച്ചു എന്നുള്ള രീതിയിൽ ക്യാഷ് ഇട്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ ട്രേഡിംഗ് ആരംഭിക്കരുത്. കുറച്ച് പേപ്പർ ട്രേഡൊക്കെ തുടങ്ങി ഒരു കോൺഫിഡൻസ് മനസ്സിനായതിനു ശേഷം ഒരുപാട് എക്സ്പീരിയൻസ് കൂടെ ഉണ്ടെങ്കിൽ ബെറ്ററായി. കണ്ടിന്യൂ ആയിട്ട് കുറച്ച് കാലം വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കും ഒരു ഏകദേശ രൂപം കിട്ടും. ഓക്കെ, അപ്പോൾ നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ഇന്നത്തെ പോലെ ആവട്ടെ എന്ന് വിചാരിച്ച് നിർത്തുകയാണ്. മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിന് ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട് ടെലഗ്രാമിൻ്റെ, അതുവഴി ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം കൂടാം. അവിടെ എല്ലാ വിഷയങ്ങളും എല്ലാ കാര്യങ്ങളും ഫോറക്സ് സംബന്ധമായി ഫോറക്സ് ട്രേഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ക്രിപ്റ്റോ കറൻസിയിൽ ചെയ്യുന്നുണ്ട്. അത് ഫോറക്സും ക്രിപ്റ്റോ ഒക്കെ ഒരേ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. കമ്മോഡിറ്റി ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് ഓപ്ഷൻ ഉണ്ട്, ഇൻഡെക്സ് ഓപ്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾ വന്നാൽ മതി. ഓക്കെ, ബൈ.